ഹായ് ഹലോ. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം. കൂടുതലൊന്നും വേണ്ടല്ലോ ഈ പടത്തിന്റെ പ്രതീക്ഷ കൂടാൻ. അതിന്റെ കൂടെ ഫഹദ് ഫാസിലുമായിട്ടുള്ള കൊളാബറേഷൻ വേറെ എന്ത് വേണം മച്ചാനെ. ഗംഭീര പടം, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് പടം. രോമാഞ്ചം പോലെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം. ഈ പടം കണ്ടിട്ട് രോമാഞ്ചം വന്നെന്നുള്ളതാണ് സത്യം. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആക്ടർ നമ്മളെ എപ്പോഴും ഞെട്ടിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന സാധനമേ അല്ല. പുള്ളിയുടെ എനർജി ഭയങ്കര രസമായിട്ടാണ് ഇതിൽ വർക്കൗട്ട് ആയിരിക്കുന്നത്. പുള്ളി അങ്ങ് അഴിഞ്ഞാടുവാണ് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ എന്നുള്ള ആക്ടറിനെ നമ്മൾ മറന്നുപോയിട്ട് രംഗ എന്നുള്ള ഒരു ഗുണ്ട, നടപ്പിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം രംഗേനെയാണ് നമ്മൾ കാണുന്നത്. ഫഹദിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരാണ് ഹിപ്സ്റ്ററും മിഥുനും റോഷനും. ആ മൂന്ന് പിള്ളേര് അവര് ആക്ച്വലി ഇതൊരു ബാംഗ്ലൂർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കഥയാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പടമാണ്. അവിടെ ഇവര് ഫ്രഷേഴ്സ് ആയിട്ട് എത്തുന്നത്, പിന്നെ സീനിയേഴ്സുമായിട്ടുള്ള ഇഷ്യൂസ്, റാഗിങ് കാര്യങ്ങൾ, അടി പിടി ബഹളം, അതിന്റെ റിവെഞ്ച്, അതായത് അവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവര് ഗുണ്ടകളെ തപ്പി പോകുന്നതും, അങ്ങനെ ഫഹദിലേക്ക് എത്തുന്നതും, പിന്നെ അവിടുന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫഹദിന്റെ ഒരു ടെറിട്ടറി ഉണ്ട്, അതാണ് ഈ പടം ശരിക്കും. അതിലേക്ക് ഇവരും കൂടെ വന്ന് കയറുന്നതാണ് ഈ പടം. അതായത് പടത്തിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് തൊട്ട് ഈ മൂന്ന് പിള്ളേരുണ്ട്. അപ്പൊ അവര് ഗംഭീരമായിട്ട് ചെയ്തേക്കുന്നത്. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു അവര്. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു പടത്തിലേക്ക് വന്നിട്ട് ഫഹദിനോട് കോമ്പീറ്റ് ചെയ്ത് തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്ത്. അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. അതായത് അവരുടെ ആ ഒരു ദേഷ്യവും വാശിയും സങ്കടവും സന്തോഷവും പേടിയും എല്ലാം നമുക്ക് മനസ്സിലാവും. അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. മൂന്നുപേരും പുതുമുഖങ്ങളാണെന്ന് ഓർക്കണം. പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്യാൻ ജിത്തു രോമാഞ്ചം നമ്മൾ കണ്ടതാണ് ആക്ച്വലി. പുള്ളി എത്രത്തോളം പുള്ളിക്ക് അത് കേപ്പബിൾ ആണെന്നുള്ളത്. അതുപോലെ തന്നെ പറയേണ്ട ഒരു ക്യാരക്ടറാണ് സജിൻ ഗോപു ചെയ്തിരിക്കുന്നത്. ഫഹദിന്റെ കൂടെ തന്നെയുള്ള ഒരാളായിട്ടാണ്, പുള്ളിയുടെ ചങ്ക് ബ്രോ ആയിട്ടാണ്. പുള്ളിയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയെ. രോമാഞ്ചത്തിലാണെങ്കിലും ചവേറിലാത്താണെങ്കിലും എല്ലാത്തിൻ്റെ അകത്തും നല്ല പെർഫോമൻസ് തന്നിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷെ പുള്ളി ഇതിന്റെ കുറച്ചൊരു കോമഡി ലൈനിലോട്ട് വന്നിട്ട് ഭയങ്കര രസമായിട്ടാണ് പുള്ളിയും വർക്ക് ചെയ്തേക്കുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിനെയും പുള്ളിയുടെ ക്യാരക്ടറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ ആക്ച്വലി കുറച്ച് കോമഡി ബ്ലെൻഡ് ചെയ്താണ് പോകുന്നത്. കുറെ കോമഡി എലമെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ പടത്തിൽ. നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെച്ച് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ പടത്തിൽ. അതെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യമേ കുറച്ചൊരു ചെറിയ ലാഗ് ഫീൽ ചെയ്തായിരുന്നു. കാര്യം ഈ ഒരു മെയിൻ കഥയിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ മെയിൻ പ്ലോട്ടിലോട്ട് എത്താൻ വേണ്ടി കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നി പേഴ്സണലി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പടം ഒരു പോക്കുണ്ട്. നമ്മളെ ഫുൾ എന്റർടൈനർ. പടം തീയാണ്. പടം തീ. നമ്മളിങ്ങനെ ഓൺ ഫയറാ, ഫഹദ് ഓൺ ഫയറാ പറയുവാണെങ്കിൽ. അതുപോലെ തന്നെ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി സമീർ താഹിറാണ്. സമീർക്കായും ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നൈറ്റ് ഷോട്ട്സ് ആണെങ്കിലും ഡേ ഷോട്ട്സ് ആണെങ്കിലും വലിയ ക്രൗഡും കാര്യങ്ങളും ഒക്കെ വരുന്ന ഷോട്ട്സ് ഒരുപാടുണ്ട്. ഫൈറ്റ് സീക്വൻസസ് ആണെങ്കിലും അങ്ങനെ, അതായത് ഒരു സെലിബ്രേഷൻ പരിപാടികളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഫുള്ള് സെറ്റാണ്. സെറ്റ് ആർട്ട് വർക്കും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സുഷിന്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ട. സുഷിൻ ഇങ്ങനെ ഓരോ പടം വരും തോറും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടും മലയാള സിനിമയുടെ സീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുഷിനും ഗംഭീരമായിട്ട് തന്നെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഈ പടം കുറെ കൂടെ അങ്ങ് എലിവേറ്റ് ആവുന്നുണ്ട് ആക്ച്വലി, ആ സ്കോറും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ. പുള്ളിയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതായത് മ്യൂസിക്കിൽ പോകേണ്ടടുത്ത് ചിലപ്പോൾ കുറച്ച് ലിറിക്കുകൾ പരിപാടികളും കൂടെ കയറ്റി അങ്ങനെ ഒരു രീതിയിൽ ബ്ലെൻഡ് ചെയ്ത്, അതായത് നമുക്ക് കുറച്ചും കൂടെ കൺവേ ആവുന്ന രീതിയിലാണ് പുള്ളി ഇതിൻ്റെ അകത്തും വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പടത്തിന്റെ ഒരു ടൈപ്പിന് അത് കുറെ കൂടെ വർക്കൗട്ട് ആയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മൻസൂർ അലിഖാന്, ആശിഷ് വിദ്യാർത്ഥി, അങ്ങനെ ലീഡിംഗ് ആയിട്ടുള്ള മറ്റ് വേറെ കുറെ പേരുണ്ട് ഈ പടത്തിൽ. എല്ലാവരും അവരവരുടെ റോള് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പടം മൊത്തത്തിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടറുടെ ഒരു വിഷൻ ഉണ്ട് ആക്ച്വലി. അത് നമുക്ക് ഈ പടത്തിൽ കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്യും. അതായത് ആ പടം എന്താണ് പടം കൊണ്ട് ഉദ്ദേശിച്ചത്, പുള്ളി അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് 100% ആ രീതിയിൽ തന്നെയാണ് പടം വന്നിരിക്കുന്നത്. അൻവർ റഷീദും നസ്രിയയും കൂടെയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് അതും പ്രൊഡക്ഷനിലുണ്ട്. അൻവർ റഷീദും ഉണ്ട്. ഇവർ രണ്ടുപേരെ നമുക്കറിയാം. ഇവരുടെ പ്രോജക്ട്സ് എല്ലാം ആക്ച്വലി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ്. അപ്പൊ അത് ഈ ഒരു ഡയറക്ടറുടെ കൊളാബറേഷൻ എന്ന് പറയുമ്പം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ഇതിന്റെ എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് ഹൈ ആകുമെന്ന്. ആ എക്സ്പെക്ടേഷൻ ഒട്ടും കുറയ്ക്കാത്ത രീതിയിലാണ്, അത് നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിലാണ് ഈ പടം വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. പിന്നെ ഇത് പറയുമ്പോൾ ഇതിപ്പോ ഫാമിലി ഓഡിയൻസ് എത്രത്തോളം ഇത് അക്സെപ്റ്റബിൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം യൂത്തിന് എൻജോയ് ചെയ്യാം, യൂത്തിന് സെലിബ്രേറ്റ് ചെയ്യാം, തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗംഭീര പടമാണിത്. പാട്ടുകളൊക്കെ ആണെങ്കിലും പലയിടത്തും കയറി ഇറങ്ങി വരുന്നത് വളരെ രസമായിട്ട് വളരെ ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് പാട്ടുകളും കാര്യങ്ങളും എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒന്നും അങ്ങോട്ട് മാറ്റി നിർത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ഭയങ്കര ലയത്തിനാണ് ഈ പടം പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു ഫഹദ് ഫാസിൽ ഷോ ആണിത്. നിങ്ങളും പടം കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്